നമസ്കാരം. പാകമാകാത്ത ഉടുപ്പ് ധരിക്കുക. ഈ ഉപമയ്ക്ക് രാഹുൽ ഗാന്ധിയോളം അനുയോജ്യനായ മറ്റൊരാളെ കണ്ടെത്തുവാൻ സാധിക്കുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പ്രതിപക്ഷ നേതാവിനെ പോലൊരു സ്ഥാനത്തിരിക്കുവാൻ അദ്ദേഹം അർഹനാണോ എന്ന ചോദ്യം കറകളഞ്ഞ ഏതൊരു കോൺഗ്രസ്സുകാരനും ഉണ്ടാകും. ഇന്ത്യ മുന്നണിയിൽ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. കാരണം പ്രവർത്തന പരിചയം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും മല്ലികാർജുന ഖാർഗെയെ പോലെയുള്ള നേതാക്കൾ ഉള്ളപ്പോൾ രാഹുൽ പ്രതിപക്ഷ നേതാവായത് തീർച്ചയായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നെഹ്റു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്. രണ്ട്, ഗണ്ഡി എന്ന വാലറ്റം മാറ്റി ഗാന്ധി എന്നാക്കി ജനങ്ങളെ പറ്റിക്കുന്നത് കൊണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പപ്പു എന്ന പേര് രാഹുലിന് ചാർത്തി കിട്ടിയത്. കഴിവില്ലായ്മയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലേബൽ, അതാണ് പപ്പു. 4000 കിലോമീറ്ററിലധികം നടന്ന് ആ പ്രതിച്ഛായ ഇല്ലാതാക്കുവാൻ രാഹുൽ ശ്രമിച്ചുവെങ്കിലും 4000 കിലോമീറ്റർ നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ഞതും അത്രയും സമയം പാഴാക്കിയതും മാത്രം മിച്ചം. ഇതിനു പുറമെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണമൊഴുക്കുന്ന ജോർജ് സോറസുമായി ബന്ധമുണ്ടെന്ന ആരോപണവും രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർന്നു. ഇതിനൊക്കെ പുറമെയാണ് ഇടയ്ക്കിടെ നടത്തുന്ന വിദേശയാത്രകൾ. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടു വരുന്ന പുതിയ വാർത്ത, രാജ്യത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ രാഹുലിന് സംഭൽ കോടതി നോട്ടീസ് നൽകി എന്നതാണ്. തങ്ങളുടെ പോരാട്ടം RSSനോ BJPക്കോ എതിരെ അല്ലെന്നും ഇന്ത്യൻ സ്റ്റേറ്റിന് എതിരെയാണെന്നുമുള്ള വിവാദ പരാമർശത്തിലാണ് കോടതി നടപടി. പ്രദേശവാസിയായ സിമ്രാൻ ഗുപ്ത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏപ്രിൽ 4 കോടതിയിൽ ഹാജരാകാനാണ് നോട്ടീസിലെ നിർദ്ദേശം. നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞില്ലെങ്കിൽ രേഖാമൂലം മറുപടി നൽകണം. അഭിഭാഷകനായ സച്ചിൻ ഗോയലാണ് രാഹുലിന് നോട്ടീസ് നൽകിയ വിവരം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ആദ്യം CJM കോടതിയിലായിരുന്നു പരാതി നൽകിയിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പരിധി ചൂണ്ടിക്കാട്ടി കോടതി ഇത് തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭൽ ജില്ലാ കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ജനുവരി 15 കേസിന് ആധാരമായ പരാമർശം രാഹുൽ നടത്തിയത്. പാർട്ടിയുടെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടനത്തിനിടെ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഇതിനിടെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇതിനിടെയാണ് തങ്ങളുടെ പോരാട്ടം രാജ്യത്തിനെതിരെയാണെന്ന് രാഹുൽ പറഞ്ഞത്. സംഭവത്തിൽ വലിയ വിമർശനമാണ് രാഹുലിനെതിരെ ഉയർന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.